പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ എല്ലാ റൗത്തിലും എല്ലാ റായത്തിലും ഓരോ ഗല്ലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്, മൗലിദ്, പാട്ട്, ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ, സുന്നികളായ ആൾമാർക്ക് വലിയൊരു പെരുന്നാൾ. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ആ മഹത്വം, ആ ശ്രേഷ്ഠത, മുഅ്ജിസത്തുകൾ അതെല്ലാം ഞങ്ങൾക്ക് മഹാന്മാർ, സ്വഹാബത്ത്, ഇമാമീങ്ങൾ എല്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. ആ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയൊരു ഹസായിസ്, ഉമ്മുൽ ഹസായിസ് ചൊല്ല റസൂലുള്ളാഹിയുടെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ സ്ഥാനത്തിൽ നിൽക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെനൽ ചൊല്ലേത്. റസൂലുള്ളാഹി ഞങ്ങൾ സാധാരണ നടക്കുമ്പോൾ ഇക്കരെ പോലത്തെ ആ നെനൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ഇല്ലാത്ത, റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും സ്വഹാബത്ത് കാണാത്ത വന്നു. നോക്കറു അൽ മിനഹുൽ മക്കിയ ചൊല്ലിയ കിതാബിലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലേത് വലം യകുൽ ലഹു ലില്ലുൻ അസ്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നെനൽ ചൊല്ലേത് തീരെ ഇല്ലാത്ത കാരണം എന്തിനാ? ലി അന്നഹു കാന നൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറാണ് ചൊല്ലെങ്കിൽ അതൊരു നൂറ്. ഞങ്ങൾ സാധാരണ മങ്കൂസ് മൗലിദിലെല്ലാം കാണില്ലേ, ഫസ്റ്റ് അത് ഹദീസിലെ ചൊല്ലേന്തിന് സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ഈ ദുനിയാവുടെ പടക്കിനെ കാണ്ടി മുന്നളും, ഈ ലോകത്തെ പടക്കിനെ കാണ്ടി മുന്നളും അല്ല മാത്രം ഇന്ന ഒരു ടൈമിൽ തല്ലേ, അള്ളാഹു മാത്രമുള്ള ടൈമിൽ അള്ളാഹ് പടച്ച പടപ്പുകളിൽ ഏറ്റവും ആദ്യത്തേത് ചെന്നെങ്കിൽ, ഫസ്റ്റത്തേത് ചെന്നെങ്കിൽ അത് നൂറാനിയത്താണ്. റസൂലുള്ളാഹിയുടെ നൂറാണ്, നൂറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറുടെയാണ് അള്ളാഹു തആല ഫസ്റ്റിക്ക് പടച്ചത് ഉണ്ട് നമുക്ക് എല്ലാ ഹദീസിൽ കാണുന്നുണ്ട്. ആ നൂറുക്ക് പേരാണ് വസമ്മാഹു മുഹമ്മദ, അതിക്ക് വെച്ച പേരാണ് മുഹമ്മദ് ചൊല്ലത്. ആ നൂറാനിയത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളെ അള്ളാഹു തആല പടച്ചത്, സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു ഏറ്റവും ഫസ്റ്റിക്ക് പടച്ച ഒന്നാണ് റസൂലുള്ളാഹിയുടെ നൂർ. ആ നൂറിൻ്റെ സ്ഥാനം അത് വലിയ സ്ഥാനമാണ്. അപ്പോൾ ഈ അൽമിനഹുൽ മക്കിയൽ ഇബ്നു ഹജറുൽ ഹൈതമി പല കിതാബിലും ഈ ഹദീസ് വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ നെനൽ ചൊല്ലേത് തീരെ ഇല്ലാത്തതുകൊണ്ട് അസുലാണ്ട് ഇവിടെ ഒരു പദം കൊടുത്തരെ. ചില കിതാബിൽ, ചില ഹദീസിലെ കിതാബിൽ കണ്ട് ലാ യൽഹറു ലഹു ദില്ലുൻ ഖത്തു. റസൂലുള്ളാഹി ഖത്തു എന്ന അർത്ഥം തീരെ ഒരിക്കലും ഇല്ലാത്തതുണ്ട്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ 63 വർഷത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഒന്നാണ് ഉമ്മുൽ ഹസായിസായ നൂറാനിയത്ത്. റസൂലുള്ളാഹി നൂറാനിയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ വേണ്ടേ ദുൽമാനിയത്ത് ഉണ്ട് ചൊല്ല, നെനൽ ചൊല്ലേത് അത് ഒരിക്കലും ഇല്ലാത്തതുണ്ട്. ആ നൂറാനിയത്തിനെ നിഷേധിച്ചിട്ട് കൂടെ വന്ന ആൾമാരാണ് സലഫിരങ്ങ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, സക്കരിയ സൊലാഹിരെ പോലത്തെ, ഹുസൈൻ സലഫിരെ പോലത്തെ ആൾമാർ പ്രസംഗിച്ചാറ് റസൂലുള്ളാഹി നെനൽ ഇന്തല്ല. അത് സലഫിരങ്ങ പ്രസംഗിച്ചാർ. പിന്നത്തെ കാലത്ത് ഇപ്പം സുന്നികളായ പണ്ഡിതന്മാരെ ആ പ്രസംഗിച്ചുകൊണ്ടുള്ളാറ് റസൂലുള്ളാഹി നെനൽ ഇന്ത് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കണ്ടിട്ടില്ല, എപ്പോഴും ഇല്ലാണ്ടല്ല, ഇല്ല ചെന്നെങ്കിൽ എപ്പോഴും ഇല്ലാണ്ടല്ല, ഉണ്ടു ചെന്നെങ്കിൽ എപ്പോഴും ഉണ്ടുണ്ടല്ല. അതിലൊരു വസ്വാസ്. റസൂലുള്ളാഹി തീരെ ഇല്ലാത്ത ഒന്നിനെ കൊണ്ടുവന്ന് അവിടെ സുന്നികളായ ആൾമാരുടെ ഇടയിൽ വസ്വാസാക്കിയാർ. നോക്കറു ഈ ഒരു പ്രസംഗിക്കുന്ന ആളാറ് സുന്നി ലേബലിൽ വേണ്ട പണ്ഡിത, സുന്നി ചൊന്ത് നടക്കുന്ന ആൾ, പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ട് സലഫി ആയിട്ടുള്ള ആൾമാർ. അപ്പം ആ പ്രസംഗം ഒന്ന് നിങ്ങൾ കേൾക്കറു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ, അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്.
നോക്കറു ഇയാൾ ചൊന്നൊരവസ്ഥ. ഞങ്ങൾ ചെറിയൽ പിന്നെ മദ്രസയിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത്, എല്ലാ പണ്ഡിതന്മാർ പഠിപ്പാട്ടിയത്, ചെറിയൽ പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ ഒന്നാണ് റസൂലുള്ളാഹ്ക്ക് നിഴലില്ലേ ഇല്ല എന്ന് ചൊല്ലത്. അതിൽ കൊണ്ടുവന്ന് വസ്വാസാക്കിയാറ്. ഇതിൽ കേൾക്കുമ്പോൾ ഇത് ശരിയല്ലല്ലേണ്ട് ഞങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങൾ ആലിമീങ്ങളെ ചീത്ത പറയിടാറ്, ഞങ്ങൾ ആലിമീങ്ങളെ ബെടക്ക് ചൊല്ലാറ് എന്നിട്ട് ഞങ്ങളെ മേലെ കുറേ ആപ്പാദന ഇടകായിട്ട്. അപ്പോൾ ഇത് ഏത് ഇമാമിങ്ങൾ പഠിപ്പാട്ടിയത് അത് ചൊന്നമയല്ലേ? ഏത് സുന്നി പണ്ഡിതന്മാർ ചൊന്നുരാറ്? ഒരു സുന്നി പണ്ഡിതന്മാരും ചൊല്ലാത്തത് സക്കരിയ സൊലായി, ഹുസൈൻ സലഫി, പിന്നെ ഈ മൗലവി. ഇങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ ഒരു വാദം കൊണ്ടുവന്നില്ല. നോക്കൂ, ഇങ്ങളെ നേതാവ്, ഈ സംഘടനയുടെ നേതാവ് ചൊല്ലുടെന്തിരെ? നേതാവിൻ്റെ വിശ്വാസം വേറെ, ഇയാളെ വിശ്വാസം വേറെ. നേതാവായ ഉസ്താദ് ചൊല്ലു റസൂലുള്ളാഹ്ക്ക് നിഴൽ ഒരിക്കലും ഇല്ല എന്ന്, അത് അങ്ങനമേ നിങ്ങൾ വിശ്വസിക്കണോണ്ടു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് ചൊന്തയുള്ളൂ, വലം യക്കുൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളില്ലുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഇല്ലേ ഇല്ല എന്ന് നിങ്ങളെ നേതാവ് ചൊല്ലുടെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കറോ? സൂര്യന് നേരുണ്ടോ? സൂര്യന് നേരുണ്ടോ? സൂര്യൻ കത്തിച്ചടിക്കുമ്പോൾ അതിന് നേരുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000-കണക്കിന് ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത്? എന്തിനാണ് നിഷേധിക്കുന്നത്? അപ്പോൾ കേട്ടാറല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നിഴലില്ലാണ്ട് ചൊല്ലുമ്പോൾ നീ എന്തൊക്കെ സംശയിക്കടേണ്ട്? സ്വന്തം ശിഷ്യരൊട്ടിಗೆ കേൾക്കുന്ന ഒരു പളക്കാണ്ട് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വസ്വാസ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന ഈ മൗലവിമാരെ, ഈ സുന്നി ലേബലിൽ തലകെട്ടി പണ്ട് മൗലവിമാരെ ഞങ്ങൾ ജാഗ്രതാക്കണം. ഞങ്ങളെ ഈമാൻ നാശായിപ്പോവും, ഞങ്ങളെ ഹിദായത്ത് വലിയൊരു ഇടർച്ച സംഭവിച്ചു പോവും. ഇതെല്ലാം ഞങ്ങൾ ജാഗ്രതാക്കണമായ ഒരു ഭാഗം. ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന വിഷയമാണ്. ഏതെങ്കിലും ഒരു ഫിഖ്ഹിലെ മസ്അല വിഷയമല്ല ഇത്. റസൂലുള്ളാഹിയുടെ നൂറാനിയത്ത് ഉമ്മുൽ ഹസായിസാണ് ഇത് ചൊല്ലത്. അത് പ്രത്യേകം ഗൗരവത്തിലെടുത്തിട്ട് ഈ പണ്ടേ പോലത്തെ ഈ മൗലവിമാരെ ഞങ്ങൾ നല്ലോണം ജാഗ്രതാക്കണമായത് സുന്നികളായ ആൾമാരെ കർത്തവ്യമാണ്.